ഹായ്, ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. റിക്വസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഈ ഒരു സബ്ജക്റ്റ് എടുത്ത് സംസാരിക്കാമോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചത് കൊണ്ട് ഞാൻ സബ്ജക്റ്റ് നോക്കിയപ്പോൾ എനിക്ക് തോന്നി സംസാരിക്കേണ്ട വിഷയം തന്നെയാണെന്ന്. കാരണം ഇതൊരു വ്യക്തിയെ മാത്രം ആസ്പദമാക്കിയുള്ള ഒരു കാര്യമല്ല, പൊതുവെയുള്ള ചിലരുടെയൊക്കെ മനോഭാവത്തെ കുറിച്ചാണ് പറയാനുള്ളത്. ഇപ്പോൾ ഇതിൽ വരുന്നത് ഗ്രീഷ്മ ബോസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം കണ്ടൻറ് ക്രിയേറ്റർ, അല്ലെങ്കിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന റീൽസൊക്കെ ചെയ്യുന്ന ഒരു ലേഡി. ആ പുള്ളിക്കാരി അവരുടേതായിട്ടുള്ള രീതിയിൽ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരിന്നിട്ടൊരു സ്റ്റോറിയാണ് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞ വിഷയം. എന്ന് വെച്ചാൽ അവരിട്ടത് ഇങ്ങനെയാണ്, നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അതൊരു കമൻറ്റാണ്, അവരുടെ ഏതോ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള ഒരു കമൻറ്റ്. ആ കമൻ്റ് ഇട്ട വ്യക്തിയുടെ പ്രൊഫൈൽ നെയിം ഐ ആം ബീന ഷാജി, വെരിഫൈഡ് അക്കൗണ്ടാണ് ഇതിൽ കാണുന്നുണ്ട്. അവർ എഴുതിയിട്ടുള്ള കമൻറ്റ് ഞാനൊന്ന് വായിക്കാം. നിലവിൽ ആ കമൻറ്റ് ആ പ്രൊഫൈലിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അവർ ഒരു വീഡിയോയിൽ പറയുന്നത്. നിനക്ക് നന മില്ലേ കൗമദവിനെ ബാക്കു പോലു ലമുഖ വുമ്മച്ചി റിഖാൻ. ഇത് സംഭവം ലെറ്റേഴ്സ് ഇംഗ്ലീഷാണ്, പക്ഷെ എഴുതിയത് വായിക്കണമെങ്കിൽ ഞാൻ ഇത് ഏത് കോഴ്സ് ചെയ്ത് വരണം എന്നുള്ളത് എനിക്കറിയില്ല. മൊത്തത്തിൽ വായിച്ച് കഴിഞ്ഞ് 2-3 ആവർത്തി ഇപ്പം ഞാൻ വായിച്ചു. അങ്ങനെയാണ് ഇത് എഴുതി, ഞാനിപ്പോൾ വായിച്ച പോലെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഞാനിതിൻ്റെ ഒരു വിശദീകരണം പറയാം. എന്ന് വെച്ചാൽ ഇതിൻ്റെ വ്യക്തമായ ഉദ്ദേശം എന്താണെന്ന് പറയാം. നിനക്ക് നാണമില്ലേ എന്നാണ് കവി ഉദ്ദേശിച്ചത്. വിദ്യാഭ്യാസക്കുറവാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഫോണ് നമുക്ക് പൈസ കൊടുത്താൽ ആർക്കും കിട്ടും, ഇൻസ്റ്റാഗ്രാം ആർക്കും തുറന്ന് കിട്ടും. പക്ഷേ ഇവിടെ ഇങ്ങനെ എഴുതി കുറിക്കണമെങ്കിൽ കുറച്ചെങ്കിലും നോളജ് വേണം. അക്ഷരങ്ങൾക്കിടയിൽ, വാക്കുകൾക്കിടയിൽ വേണ്ട സ്പേസ് ഇടാനും അല്ലെങ്കിൽ കൂട്ടി എഴുതാനൊക്കെ അറിയണം, വേണ്ടേ? അപ്പോൾ അതറിയാത്തവർ ഇതുപോലെയൊക്കെ കാണിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിലിങ്ങനെയാണ്, നിനക്ക് നാണമില്ലേ കൗമാതാവിനെ ബാക്ക് പോലും എങ്ങനെ കൃത്യമായിട്ട് വായിക്കാൻ നോക്കിയാലും മനസ്സിലാവില്ല. ഗോമാതാവ് അല്ലെങ്കിൽ കൗമാതാവ് എന്ന് ഉദ്ദേശിച്ച പശുവാണ്. പശു കൗമാതാവിനെ ബാക്ക് പോലെ മുഖം വെച്ചിരിക്കാൻ എന്ന് വെച്ചാൽ ആ പെൺകുട്ടിയുടെ മുഖം പശുവിൻ്റെ ബാക്ക് പോലെയാണെന്ന് ആ പുള്ളിക്കാരി കമൻറ്റിൽ വന്നിട്ട് പറഞ്ഞു. അതൊരു ബോഡി ഷെയ്മിങ് തന്നെയല്ലേ? ഒരാളുടെ രൂപത്തെ, നിറത്തെ അല്ലെങ്കിൽ ആകാരത്തെയൊക്കെ മോശമായ രീതിയിൽ ഇങ്ങനെ കമൻറ്റിലൂടെയൊക്കെ ആളുകൾ കാണുന്ന രീതിയിൽ മോശമായി ചിത്രീകരിക്കുക എന്ന് പറയുമ്പോൾ വളരെ ചീപ്പായൊരു പ്രവണതയാണ്. എടുത്തു പറയേണ്ട ഒരു വിഷയം, ഈ കമൻ്റ് ഇട്ടിട്ടുള്ള സ്ത്രീ ഐ ആം ബീന ഷാജി എന്ന് പറയുന്ന ആള് അമല ഷാജി എന്ന് പറയുന്ന ഇതിൽ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഗ്രീഷ്മ എന്ന് പറയുന്ന ആള് മെൻഷൻ ചെയ്ത് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അമല ഷാജി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിലെ 4 മില്യണിലധികം വ്യൂവേഴ്സും ഫോളോവേഴ്സും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ അത്രയും പ്രായമുള്ളൊരു സ്ത്രീയാണെന്ന് ആലോചിക്കണം. എന്തിൻ്റെ പേരിലോ ആയിക്കോട്ടെ, അവർക്ക് എന്തെങ്കിലും പേഴ്സണലി റിവെഞ്ചോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെന്ന് ഇവരുടെ കമൻറ്റ് റിപ്ലൈ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ അവർ ഇത്രയും മോശമായൊരു കമൻറ്റ് ഇട്ടു, കമൻറ്റ് ഡിലീറ്റും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഗ്രീഷ്മ ചെയ്തത് ഐ ആം ബീന ഷാജി, അമല ഷാജി, അമൃത ഷാജി ഇവരൊക്കെ മെൻഷൻ ചെയ്ത് നിങ്ങളുടെ അമ്മ എന്താ ഇങ്ങനെ എന്നൊരു ചോദ്യം. കുറച്ചൊക്കെ സംസ്കാരമാവാം, തെറ്റില്ല. ഒന്നില്ലേലും നിങ്ങൾ അത്യാവശ്യം ഫോളോവേഴ്സുള്ള ക്രിയേറ്റേഴ്സ് അല്ലേ, നിങ്ങളുടെ പേര് കളയാൻ വേണ്ടിയിട്ടാണോ എന്ന് മാന്യമായ രീതിയിൽ അവർ ചോദിച്ചു. ഈ പറഞ്ഞ അമലയും അമൃതയും ഒക്കെ മെൻഷൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതാണ് വിഷയം. ഇതാണ് നമ്മളും പലരും റോസ്റ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ കളിയാക്കിയൊക്കെ വീഡിയോസ് ഇടാറുണ്ട്. അത് കൂടുതലും ഈ വൾഗറായിട്ട് ഡ്രസ്സ് ചെയ്ത് പബ്ലിക്കിൻ്റെ മുമ്പിൽ കുട്ടികളൊക്കെ കാണുന്ന പ്ലാറ്റ്ഫോമിൽ വന്ന് വൃത്തികെട്ട രീതിയിൽ കണ്ടൻസ് ക്രിയേറ്റ് ചെയ്ത് വ്യൂവേഴ്സിനെ കൂട്ടുന്ന ആളുകളെക്കുറിച്ചൊക്കെയാണ്. അല്ലാതെ മാന്യമായ രീതിയിൽ അവരുടേതായ തനതായ കഴിവുകൾ, അവർക്ക് ഉള്ളിലുള്ള കഴിവുകൾ വെച്ച് വീഡിയോസ് ഇടുന്നവരൊന്നും നമ്മളൊന്നും പറയാറില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു തരത്തിൽ, അതായത് ഇപ്പോൾ ഞാനൊരു കാര്യം ഈ കമൻ്റ് ഇട്ട വ്യക്തിനെ കുറിച്ച് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രൊഫൈൽ ഞാൻ മെൻഷൻ ചെയ്യാം, നിങ്ങൾ തന്നെ ഓപ്പൺ ചെയ്ത് കണ്ടാൽ മതി ആ പറഞ്ഞ വ്യക്തിയുടെ സൗന്ദര്യം എന്താണെന്നുള്ളത്. ഞാനത് മോശമായി പറയുന്നില്ല, കളിയാക്കുന്നൊന്നുമില്ല. പറഞ്ഞു വന്നാൽ 2 കാലിൽ മന്തുള്ള ഒരാൾ 1 കാലിൽ മന്തുള്ളവനെ കളിയാക്കുന്ന ഒരവസ്ഥയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആ സ്ത്രീക്കുള്ളത്. ഇപ്പോൾ
അസുഖത്തെ പോലും നമ്മളങ്ങനെ പറയാൻ പാടില്ല. ആർക്കും ഇന്നും എപ്പോഴും വരാല്ലേ അസുഖങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ, അതായത് ഒരു പോരായ്മകളുള്ള ആൾ മറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും? നമ്മളാരും പെർഫെക്റ്റ് അല്ല, ഞാനും പെർഫെക്റ്റ് അല്ല, നിങ്ങളും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും അതിൻ്റേതായ കുറവുകൾ ജനറ്റിക്കലി ഉണ്ട്. നമ്മളതൊക്കെ തരണം ചെയ്തിട്ട് നമ്മുടെ സൗന്ദര്യം ഉണ്ട് എന്ന് സ്വയം വിശ്വസിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളല്ലേ. ആരാ കുറ്റം കുറവില്ലാത്ത ആളുകൾ ഭൂമിയിലുള്ളത്? അപ്പോൾ ഈ പുള്ളിക്കാരിയുടെ കാര്യത്തിൽ ഞാൻ പറയട്ടെ, ഒരു മാനേഴ്സില്ലാത്ത പരിപാടിയാണ് ആ കാണിച്ചത്. ഒന്ന്, ഇത്രയും വലിയൊരു ക്രിയേറ്റേഴ്സ് എന്ന് ഇപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ പോലെ വലിയൊരു ക്രിയേറ്റേഴ്സ്, പാൻ ഇന്ത്യ ലെവലിലൊക്കെ അറിയപ്പെടുന്ന അമല ഷാജിയുടെ അമ്മയാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ, എൻ്റെ പൊണ്ണ് ഷാജി എണ്ണ, നിങ്ങൾ എന്തെന്നാ വീട്ടിലുള്ള പെണ്ണുങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കുറച്ച് തീക്കളിയാണ്. കളിക്കുമ്പം സൂക്ഷിച്ചും കണ്ടൊക്കെ കളിക്കാൻ പറ. വിദ്യാഭ്യാസത്തിന് കുറവായിരിക്കാം, അത് വളരെ വ്യക്തമായിട്ട് അവരെ കമൻറ്റിലും വ്യക്തമാണ്, അവരെഴുതിയ വാചകങ്ങളിലും വ്യക്തമാണ്, അവരുടെ മനസ്സിൽ നിന്ന് വന്ന വാക്കുകളിലും വ്യക്തമാണ്. വളരെ മോശമായിപ്പോയി, ചീപ്പായിപ്പോയി, തരം താഴ്ന്നുപോയി. ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ആളെ ഞാൻ ഫോളോ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് അവരുടെ, ഞാൻ ഒരു ഫോളോവറും അല്ല, ഒരു ഫാനും അങ്ങനെ ഒന്നുമല്ല. ചില വീഡിയോസ് കാണാറുണ്ട്, കണ്ടിരിക്കാറുണ്ട്, ചിലത് സ്ക്രോൾ ചെയ്യുമ്പോൾ വരാറുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തിരുന്നാലും നല്ല രീതിയിലാണ് ആ കുട്ടി വീഡിയോസൊക്കെ ഇട്ട് പോകുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ മക്കളൊക്കെ സോഷ്യൽ മീഡിയയിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിടുന്ന ഒരുപാട് ഫോട്ടോസ് പ്രൊഫൈലിലുണ്ട്. ഒരുപാട് റീച്ച് നിങ്ങളുടെ പ്രൊഫൈലിൽ കിട്ടിയത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ അതിനൊക്കെ എന്ത് മറുപടി വേണം? ഒന്നും പറയണ്ട അല്ലേ, പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനിയെങ്കിലും മാന്യമായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുക. മറ്റുള്ളവരെ ബഹുമാനിക്കാനൊന്നും പറയുന്നില്ല കേട്ടോ, ആരും ബഹുമാനിക്കണ്ട, നിങ്ങളൊന്നും ആരും ബഹുമാനിക്കണ്ട. പക്ഷേ മറ്റുള്ളവരെ പരിഹസിക്കാതിരിക്കുക. അവരുടെ സൗന്ദര്യത്തെയോ കളറിനെയോ അല്ലെങ്കിൽ അവരുടെ രൂപത്തെയോ അല്ലെങ്കിൽ മുഖത്തെയോ അങ്ങനെയുള്ള രീതിയിൽ, വൾഗറായ രീതിയിൽ ചിത്രീകരിച്ച് മോശമായിട്ടൊന്നും ആക്ഷേപിക്കാതിരിക്കുക. ഈ പറഞ്ഞ നിങ്ങളുടെ മുഖത്തിന് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും സംഭവിച്ചേക്കാം, ഗ്യാരണ്ടി ഒന്നുമില്ല. മൂപ്പരിങ്ങോട്ട് വിടുമ്പോഴേ ഒരു ഗ്യാരണ്ടി തന്നിട്ടില്ല കേട്ടോ ബീന ഷാജി. എനിക്കിത് ചെയ്യേണ്ട വിഷയമൊന്നുമല്ല, പക്ഷേ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുകൊണ്ടും കണ്ടൻറ്റ് കുറച്ച് സീരിയസ് ആണെന്ന് തോന്നിയത് കൊണ്ടും വിഷയം സംസാരിക്കേണ്ടതാണെന്ന് തോന്നിയത് കൊണ്ടുമാണ് ഇത്രയും ലോങ് ഒരു വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ അങ്ങനെ നടക്കട്ടെ കാര്യങ്ങൾ. ഓക്കെ, ബൈ.